നമസ്കാരം. വ്യാജ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ. 4 വർഷം മുൻപ് നടി തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഒരു പ്രൊമോഷൻ വീഡിയോയാണ് ഈ നിയമ നടപടികൾക്ക് ആധാരമായിരിക്കുന്നത്. ശ്രീവിദ്യയുടെ ഈ വീഡിയോ കണ്ട് വിശ്വസിച്ച് ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ച ഒരു യുവാവിന് 1,00,000-ലേറെ രൂപ നഷ്ടപ്പെടുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1,03,000 രൂപയാണ് യുവാവിന് ഈ ആപ്പിലൂടെ നഷ്ടമായത്. 4 വർഷം മുൻപ് ഒരു വിഷുക്കാലത്താണ് നടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ ട്രേഡിംഗ് ആപ്പിന്റെ പരസ്യ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ഈ വീഡിയോയെ തന്റെ വിഷു കൈനീട്ടമായി എല്ലാവരും കണക്കാക്കണമെന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അധിക വരുമാനം ആവശ്യമാണെന്നും പറഞ്ഞാണ് ശ്രീവിദ്യ അന്ന് വീഡിയോ പങ്കുവച്ചത്. ബിനാമോ എന്ന ട്രേഡിംഗ് ആപ്പിനെ കുറിച്ചാണ് നടി അന്ന് സംസാരിച്ചത്. ഇന്ത്യയിൽ 2 മില്യണിലധികം ആളുകൾ വിജയകരമായി ഉപയോഗിക്കുന്ന ആപ്പാണ് ബിനാമോ എന്നും അത് മാത്രമല്ല ഇത് ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രേഡിംഗ് ആപ്പാണെന്നുമായിരുന്നു ശ്രീവിദ്യ തന്റെ വീഡിയോയിലൂടെ അവകാശപ്പെട്ടിരുന്നത്. ഈ ആപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊമോഷൻ വീഡിയോകൾ ശ്രീവിദ്യ അക്കാലത്ത് ചെയ്തിരുന്നു. നടി നൽകിയ ഈ ഉറപ്പുകൾ വിശ്വസിച്ചാണ് യുവാവ് ആപ്പിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറായത്. ഘട്ടം ഘട്ടമായിട്ടാണ് യുവാവ് 1,03,000 രൂപ ആപ്പിൽ നിക്ഷേപിച്ച് ട്രേഡിംഗ് നടത്തിയത്. എന്നാൽ ഇത്രയും പണം നിക്ഷേപിച്ചിട്ടും 1 രൂപ പോലും ആപ്പിൽ നിന്ന് തിരികെ സമ്പാദിക്കാനോ സ്വന്തം അക്കൗണ്ടിലേക്ക് പിൻവലിക്കാനോ യുവാവിന് കഴിഞ്ഞില്ല. താൻ പറ്റിക്കപ്പെടുകയാണെന്നും പണം നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ യുവാവ് ഒടുവിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കുകയും പരാതിക്കാരനായ യുവാവിന് അനുകൂലമായി കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു. പരാതിക്കാരനായ യുവാവിന് ശ്രീവിദ്യ നഷ്ടപ്പെട്ട 1,03,000 രൂപ തിരികെ നൽകണമെന്നും കൂടാതെ നഷ്ടപരിഹാരമായി 50,000 രൂപ അധികമായി നൽകണമെന്നുമായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഈ വിധി വന്നതിന് പിന്നാലെ നടി ശ്രീവിദ്യ കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഉണ്ടായത്. തനിക്ക് വേണ്ടി ഹാജരായ വക്കീലിന് കേസ് കോടതിയിൽ കൃത്യമായി വാദിക്കാൻ കഴിഞ്ഞില്ലെന്നും ആ വീഴ്ച കൊണ്ടാണ് താൻ കേസിൽ തോറ്റുപോയതെന്നുമാണ് നടി അപ്പീലിൽ വ്യക്തമാക്കിയത്. കേസ് ഏറ്റെടുത്തിരുന്ന വക്കീലിന്റെ പേരിൽ മറ്റൊരു കേസ് നിലവിലുണ്ടെന്നും അതിന്റെ തിരക്കുകളിലും കാര്യങ്ങളിലും ആയതിനാലാണ് വക്കീൽ നടിക്ക് വേണ്ടി കേസിൽ കൃത്യമായി ഇടപെടാതിരുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ പരാതിക്കാരന് അർഹതപ്പെട്ട തുക ശ്രീവിദ്യ നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവിട്ടിരുന്നതെങ്കിലും അതനുസരിക്കാൻ താരം തയ്യാറായില്ല. കോടതിയുടെ അന്തിമ വിധി വന്നിട്ട് ഇപ്പോൾ 4 മാസത്തിലേറെയായിരിക്കുകയാണ്. പണം നൽകാത്തതിനെ തുടർന്ന് കോടതി 4 തവണ നടിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും പോലീസ് ഇതുവരെ താരത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിലവിൽ താരം ഭർത്താവിനൊപ്പം വിദേശത്ത് അവധി ആഘോഷിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ശ്രീവിദ്യ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തെറ്റാണെന്ന് പരാതിക്കാരനായ യുവാവ് വ്യക്തമാക്കുന്നു. താരം പറയുന്നത് പോലെ പണം അത്ര എളുപ്പത്തിലൊന്നും ആപ്പിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ലെന്നും അതിനായി അവർ പലതരത്തിലുള്ള കടുപ്പമേറിയ നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു. ഇതൊട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ആപ്പാണെന്നും ഈ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ഔദ്യോഗിക വിലാസം പോലുമില്ലെന്നും യുവാവ് കേസിനെക്കുറിച്ച് സംസാരിക്കവേ വെളിപ്പെടുത്തി. കാസർഗോഡ് സ്വദേശിനിയായ ശ്രീവിദ്യ സംവിധായകൻ രാഹുലിനെ വിവാഹം കഴിച്ചതിനു ശേഷം ഇപ്പോൾ കൊച്ചിയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ഏതാനും സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും TV ഷോയിലെ സ്റ്റാർ മാജിക് എന്ന ജനപ്രിയ ഷോയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ വലിയ ജനപ്രിയത നേടിയത്.